കുട്ടി കൊടുക്കും. 31. ഈ കൊച്ചുകുട്ടികളെ 32 കുട്ടി കൊടുക്കും. 32. ആ പിന്നെ ഈ കുട്ടികളെ ഇങ്ങനെ 5 എണ്ണം 1 2 3 4 5 6 35 മേനിച്ചു. 35 മേനിയോ? 35 മേനിക്കില്ല. നല്ല കച്ചവടം അന്നെ കച്ചവടം പഠിപ്പിച്ചാണ് ആവശ്യം. അന്നെ കച്ചവടം പഠിപ്പിക്കണം. വലിയ ഭാവിയിൽ ഒരു കച്ചവടക്കാരനായിട്ട് മാറണം കേട്ടോ. ഓനോട് ഇത് 31.5 ചോദിച്ചിട്ടുണ്ടോന്, ഇത് 33.5 ചോദിച്ചിട്ടുണ്ടോന്, ഇത് പറഞ്ഞ അങ്ങോട്ട് 37 ചോദിച്ചിട്ടുണ്ട് പറഞ്ഞോട്. അടുപ്പിച്ച് പറഞ്ഞു കൊടുക്കണം ആൾക്കാർ. ഓനെ ഭാവിയിൽ നമ്മൾ ഉണ്ടാക്കണേ, ഭാവിയത്തെ ഒരു താരമായിട്ട് നിർത്തും നമ്മളവനെ. ഭാവി താരമായിട്ട് അവനെ നമ്മൾ നിർത്തും. മുത്തുന്ന് അവന്റെ പേര് വിളിക്കാം. അതാ ട്രൗസർ കണ്ടെങ്കിൽ ഒരു കച്ചവടക്കാരന്റെ ട്രൗസറാണ്. ഒരു 1.5 കുട്ടിയാണ്. ഓനെ 6 മാസം കൊണ്ട് ഒരു കച്ചവടക്കാരനാക്കും ഞാൻ. 6 മാസം കൊണ്ട് ഓ സ്വന്തം ഒരു 10 കൊണ്ട് അവിടെ ഉണ്ട്. രണ്ടും ഉണ്ട്. നീലരവി നല്ല കുട്ടിയല്ലേ? കൊടുക്ക് വില അറിയുണ്ട്. 35 2500 എത്രയാ? 32 32 കച്ചവടം. അതിന് കൊടുക്കൂല. നല്ല കുട്ടിയാ. മറ്റേതുണ്ട്, അത് വലിയ നാൾക്ക് കൊടുക്കും. 17 കിട്ടാതെ കൊടുക്കൂല. ലാഭം 17 കിട്ടും. നിങ്ങളതിനുണ്ടോ? അതിന്റെ അതേമാതിരിയായിരുന്നു. നല്ല വലിപ്പുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മളെ മുത്തു ചന്തയിലുണ്ട്. ഞായറാഴ്ച സ്കൂളില്ലാത്ത കാരണം നമുക്ക് ചന്തയിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഉസ്മാക്ക് ഇങ്ങനെ കച്ചവടം കാളനവിടെ കിട്ടണല്ലോ. ഈ പൂക്കളൊക്കെ എനിക്കിപ്പോ കച്ചവടം പറഞ്ഞെന്നൊക്കെ മനസ്സിലാക്കണം. അത് കൊടുക്കാൻ പറഞ്ഞ വിലകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമുക്കൊക്കെ അറിയാലോ. അല്ല അറിയും. അതോ പറഞ്ഞു കുട്ടികളൊന്നും മോശമില്ലല്ലോ. കുട്ടികളൊന്നും 34 പിന്നെ ഇത് 37 പേര് ചെയ്തു. അതിലൊക്കെ കച്ചവടപരമായിട്ട് ഇനിയും കുറച്ച് കൊടുക്കും നമ്മള്. കുട്ടികളെ പറ്റിയവരുണ്ട് വരട്ടെ. പിന്നെ നമ്മളെ മാണിക്കക്കല്ലാണ് നമ്മളപ്പം ഉള്ളത്. മാണിക്കക്കല്ലിനെ ഞാൻ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഓനെ 2-3 ആഴ്ച കൊണ്ട് പഠിപ്പിക്കണം. 6 മാസം ഞാൻ പറഞ്ഞാലും ഒരു 3-4 ആഴ്ച കൊണ്ട്, 1 മാസം കൊണ്ട് പഠിപ്പിക്കണം അവനെ. അതെ, അതിന് ഭാവി ഉണ്ട്. കന്നച്ചവടത്തില് ഒരു ഭാവി ഉണ്ടാക്കണം. അതല്ല വളർത്താനേ. ഓലിപ്പോഴും വിളിച്ചിട്ടുണ്ട്. ഒഴിച്ചു തരുമോ? നിലരേഖയാണ് നല്ല പറ്റിയോണു. മോവലാണ് ഓൽക്കല്ല പറ്റിയോണു. ഈ പോത്തൂട്ടി നോക്കി. നല്ല പോത്തൂട്ടിയാ. ഇതാണ് എന്റെ തോന്നല്. നോക്കി പോത്തൂട്ടിയെ കൊണ്ടുപോയി 10 രൂപ ഇതിമ്മ ഉണ്ടാക്കാം. ആക്കാന് പോത്താളെത്താ. ഇത് നല്ല മൂറ കുട്ടിയാ. മൂറ 1000-2000 ലാഭമാണ്. പിന്നെ തരാം. നീ തരാം. അപ്പൊ 2 വിറ്റിക്കണമെങ്കിൽ ഇപ്പൊ ഈ 2 കൊണ്ടേ കൂടണോ? ഇനി ആൾക്കാര് ലാഭം പറഞ്ഞപ്പോ കൊടുക്കണ്ടോ? മറ്റേ കൊടുക്കൂല. മറ്റേ വലിയൊരുന്നാൾക്ക്
നിങ്ങടുത്തുനിന്ന് വാങ്ങിയ മുന്നത്തെ വെച്ച് വാങ്ങിയതോ ഒക്കെ കൊടുക്കണം അത് കൊടുക്കൂല. ഏതാ കിട്ടിയ 2000 റുപ്യ കിട്ടിയാ കൊടുക്കുക ആൾക്ക് അടുത്ത 100 പോത്തോളോ അവർക്ക് ഞാൻ തരും കൊടുത്തോട്. അത് നമ്മളെ കയ്യോടെ എനിക്ക് പിടിച്ചെന്നാൽ ലാഭം കിട്ടാക്കൂല. ഇതെന്താ നല്ല കയ്യ ഷെറഫാക്കപ്പെട്ട കയ്യ ഇതാ എനിക്ക്. അപ്പൊ എന്താ വേണ്ടി വരാം മുത്തോ? മുത്ത് എന്താ വേണ്ടി വരാം? അടുത്ത ആഴ്ച നോക്കന്നെ. അടുത്ത ആഴ്ച ഈ ആഴ്ച ആരെങ്കിലും ഈ ആഴ്ച ഓല് വിളിച്ചിട്ടുണ്ട്. എന്നാ വിളിക്കാണ്ട് വിൽക്കല്ലേ? അതാണ്ട് കൊടുത്തോളാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച എന്നാണ്ട് വിൽക്കരുതിട്ടാ. അവിടുന്ന് കൊണ്ടുപോയ വണ്ടിക്കൂലി ഒക്കെ കൂട്ടിയിട്ട് വേണട്ടോ. അനെ 2.5 അറിഞ്ഞില്ലേ? 2.5 അറിഞ്ഞില്ലേ? വണ്ടിക്കൂലി 350 ഉള്ളൂ. 350 റുപ്യ വണ്ടിക്കൂലി. ഞാനിന്റെ ഉപ്പ എന്റെ കാക്ക ഒന്നും ഇവിടെ ഇല്ലല്ലോ. കൊണ്ടുപോയിട്ട് നല്ല നോക്കും വേണട്ടോ. ഞാൻ അടുത്തിന് വരുമ്പോ നല്ല മുടുപ്പ് സാധനത്തിനുണ്ട്. ആ നല്ല നമുക്ക് വലുത് കൊണ്ടുപോകാൻ പറഞ്ഞ വില അറിഞ്ഞാണ്ട് കേട്ടാ. മറക്കരുത്. അതേമാതിരി അതെ ആദ്യം കൊണ്ട് ഈ പോത്തിന്റെ ഒരേ വലിപ്പുണ്ട് ഏകദേശം. അതേമാതിരത്തെ 2.5 ഉണ്ടാവാൻ നമുക്ക് വലുത് കൊണ്ടുപോകാം. ഇനി ഞാൻ തന്നെ വാങ്ങി തരുന്നുണ്ട് എനിക്ക് ഇട്ടാ. എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇതിലിപ്പോ ഇനിയിപ്പോ കൊണ്ടുപോയി നിർത്തണ്ട. ഇനിയിപ്പോ വാങ്ങണ്ട. വാങ്ങി കൊണ്ടുപോയി നിർത്തിയിട്ട് കാര്യമല്ലോ കൊടുക്കണ്ട. ലാഭം ഇട്ടാലും കൊടുക്കല്ലേ? ആ ലാഭം കിട്ടാനും കൊടുത്തളാ. അങ്ങനെ തന്നെയല്ലേ കച്ചവടം. നിങ്ങൾ നോക്കിയോണ്ട് അടുത്ത ആഴ്ച 2.5 ദിമയും കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ആഴ്ച 2 ദിമയും കിട്ടും. ഈ കയറുമ്പോ കിട്ടും. അപ്പൊ സൈഫോ നമ്മളെ വൈറൽ കുട്ടി ഉണ്ട് നമ്മുടെ അടുത്ത്. ഫസ്റ്റ് വാങ്ങിയത് സൈഫ് വാങ്ങാന്റെ പോത്താണ്. രണ്ടാമത് വാങ്ങിയതാണ് ഈ നമ്മളെ നീലരവി. സൂപ്പർ കുട്ടിയാണ്. ഒരു തീറ്റ ഞങ്ങളവിടെ പുല്ല് ഇതൊക്കെ ആയോണ്ട് കണ്ടമാന സ്ഥലമുണ്ട്. അപ്പൊ വിട്ട പള്ളർച്ച കൊണ്ട് വരും. പിന്നെ കഞ്ഞിവെള്ളം കൊടുത്താണ്ട് തൗത്തൊക്കെ ആക്കിയാലേ പിറ്റേ ദിവസം കൊണ്ട് നോക്കിയാ ആയി. ഇപ്പൊ വാപ്പാക്ക് ആടും കച്ചവടാണ്. ഇന്ന് 2 ആട് വെച്ചു. ഒരാട് നശിച്ചു. 2 കുട്ടികളുണ്ട്. പ്രത്യേകിച്ചാണ് 6 കൊടുത്തു. 5 കൊടുത്തു. 5 കൊടുത്തു. ഒന്നുള്ളൂ. കേട്ടോ ചായ പൈസ നമ്മളെ എന്റെ മുതലാളി. നമുക്കൊരു ചായയും വെള്ളമൊക്കെ വാങ്ങിക്കോട്ടെ. ചായ ഇളനീർ ജ്യൂസും ഒരു പപ്സും. ഇളനീർ ജ്യൂസ് ഒരു പപ്സും വാങ്ങി കൊടുക്കണം. അതിന് എപ്പോഴും വരുന്ന ചപ്പവും ഫ്രീ ആയ ഞാൻ കൊണ്ടേ വാങ്ങിക്കണം. അല്ല അതിന് അങ്ങനല്ല. ഇപ്പൊ നമുക്ക് പോയിങ്ങോട്ട് എന്നാ പോവുക നമ്മള് കൊണ്ടുപോവുക. നമ്മളെ കാണുന്ന കൽപ്പാണതേ. അതില്ല